നമസ്കാരം സുഹൃത്തുക്കളെ. പുതിയ ബജറ്റ് പ്രഖ്യാപിച്ചു. അതിനകത്ത് 12 ലക്ഷം വരെ ടാക്സ് ഇല്ല എന്നൊക്കെ പറയും. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? യഥാർത്ഥത്തിൽ ടാക്സ് അടയ്ക്കണ്ടായോ അതോ ടാക്സ് അടയ്ക്കണോ? എന്നിട്ട് സ്ലാബ് എന്താണ്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ബജറ്റ് പ്രഖ്യാപിക്കുകയുണ്ടായി. എല്ലാവരും അതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഈ ടാക്സിന്റെ കാര്യത്തിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കാണുന്നത് സാലറി പീപ്പിളൊക്കെ പ്രധാനമായിട്ട് നോക്കിക്കാണുന്നത് നമ്മൾ ടാക്സ് അടയ്ക്കണോ, എത്രത്തോളം പെർസെൻറ്റേജ് അടയ്ക്കണം, ഇതൊക്കെ ആയിരിക്കും നോക്കിക്കാണുന്നത്. അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പ്രചരിപ്പിക്കപ്പെടുന്നത്. ഒന്ന് 12 ലക്ഷം വരെയുള്ളവർക്ക് ടാക്സ് കെട്ടണ്ട എന്നുള്ളത്. വേറൊന്ന് ഒരു സ്ലാബിനെ കുറിച്ച് പറയുന്നുണ്ട്. 4 ലക്ഷം തൊട്ട് 8 ലക്ഷം വരെ 5%, 8 തൊട്ട് 12 വരെ 10%, 12 തൊട്ട് 16 വരെ 15%. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഓടുന്നുണ്ട്. അപ്പം കുറെ ആളുകൾക്ക് സംശയം, പ്രത്യേകിച്ച് 12 ലക്ഷത്തിന് താഴെയുള്ളവർക്ക് എല്ലാവർക്കും കുറെ സംശയം, ഞാൻ ടാക്സ് അടയ്ക്കണോ വേണ്ടായോ? അതാണല്ലോ നമുക്ക് പ്രധാനം. അല്ലാതെ ഈ ടെർമിനോളജീസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ ആർക്കും താല്പര്യം ഉണ്ടാകത്തില്ല. നമുക്ക് അടയ്ക്കണോ വേണ്ടായോ, അടയ്ക്കണോ എത്ര അടയ്ക്കണം, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 12 ലക്ഷം വരെ സാലറി ഉള്ളവർ ടാക്സ് അടയ്ക്കണ്ട എന്നുള്ളതാണ്. 12 ലക്ഷം കഴിഞ്ഞു കഴിഞ്ഞാൽ 75,000 വരെ റിബേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് റീഫണ്ട് എടുക്കാൻ പറ്റും. 75,000 വരെ നമുക്ക് റീഫണ്ട് വാങ്ങിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് 12,75,000 വരെ ഉള്ളവർക്ക് 12 ലക്ഷം വരെ ഫ്രീ ആണ്. അത് കഴിഞ്ഞുള്ള 70,000 രൂപ റീഫണ്ട് എടുക്കാൻ പറ്റും. 12,50,000, 12,60,000, 12,75,000 ഇടയ്ക്കുള്ള എല്ലാവർക്കും ആ എമൗണ്ട് റീഫണ്ട് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. മിഡിൽ ക്ലാസ് പീപ്പിളിന് ഇത് കുറെ ഹെൽപ്ഫുൾ ആവും. അവർക്ക് ടാക്സ് ഒന്നും അടയ്ക്കണ്ട എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ ഇതെങ്ങനെ ബാധിക്കും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ഈ ഇത്രയും ആളുകൾ ടാക്സ് അടയ്ക്കണ്ടായിരുന്നു. മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ടാക്സ് അടയ്ക്കുന്നത് ഇതിലൊക്കെ തന്നെ ഉള്ളവരായിരിക്കും. അപ്പം ഇത്രയും ആളുകൾ ടാക്സ് അടയ്ക്കണ്ട എന്നുള്ള സ്ഥിതി വരുമ്പോൾ എങ്ങനെ ഗവൺമെന്റ് റൺ ചെയ്യും എന്നുള്ള ചിന്ത പലർക്കും ഉണ്ടാവും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം കോടിക്കണക്കിന് ആളുകൾ ടാക്സ് അടയ്ക്കാത്ത കോടിക്കണക്കിന് ആളുകളുണ്ട്, ഈ 8 ലക്ഷം. അപ്പം ഈ ഒരു 12 ലക്ഷം വരെ ടാക്സ് അടയ്ക്കണ്ട എന്നുള്ളൊരു കാര്യം വരുമ്പോൾ കുറെ ആളുകൾ ടാക്സ് സബ്മിറ്റ് ചെയ്യാത്ത ആളുകളെ കുറെ പേരെ പിടിക്കാൻ പറ്റും. ഈ 12 ലക്ഷത്തിന് മേളിലുള്ളവർക്ക് ഭയങ്കര സ്ട്രിഞ്ചൻ റൂൾ ആയിരിക്കും വരാൻ പോകുന്നത്. 12 ലക്ഷത്തിന് മുകളിലുള്ളവർ 12,75,000 മുകളിൽ സാലറി ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇക്കാര്യം. 12 ലക്ഷത്തിന് താഴെ ഇയർലി ഇൻകം ഉള്ള ഒരാൾ എന്ന് പറയുമ്പോൾ അവർക്ക് ടാക്സ് പിടിക്കാതാകുമ്പോൾ അവർ ഈ മണി വേറെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ഗവൺമെന്റ് GST, CGST ഒക്കെ യൂഷ്വൽ കിട്ടുന്ന പോലെ കിട്ടും. അല്ലെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇടുന്നവരായിക്കട്ടെ, സേവിങ്സ് ഒക്കെ ചെയ്യുന്നവരായിക്കട്ടെ, മണി ട്രാൻസാക്ഷൻ കൂടും. അപ്പം അത് ഇന്ത്യയുടെ എക്കോണമിയെ കൂടുതൽ വളർത്തത്തേ ഉള്ളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം. മിഡിൽ ക്ലാസ്സിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബജറ്റാണ്. പ്ലസ് ഗവൺമെന്റിനും നല്ല രീതിയിൽ ഇതിൽ നിന്ന് ഒരു ലാഭം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ്. പക്ഷേ ആളുകൾ പറഞ്ഞു വരുത്തുന്നത് ഇത് വേറൊരു രീതിയിലാണ്. ടാക്സ് ലാബ് കാണിച്ചുകൊണ്ടുള്ള ഒരു ഐറ്റം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ലക്ഷം സാലറിക്ക് മുകളിലുള്ളവർ 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെ 5% ടാക്സ്, 8 തൊട്ട് 12% വരെ 10% ടാക്സ്, 12 തൊട്ട് 16% വരെ 15% ടാക്സ്, 16 തൊട്ട് 20 വരെ 20% ടാക്സ്, 20 തൊട്ട് 24 വരെ 25% ടാക്സ്, 24 മുകളിൽ 30%, 24 ലക്ഷത്തിന് മുകളിൽ 30% ടാക്സ് എന്നുള്ള രീതിയിലാണ്. ഇവിടെയാണ് കുറെ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായത്. 12 ലക്ഷത്തിന് വരെ ടാക്സ് ഇല്ല എന്ന് പറയുന്നത്, പക്ഷേ സ്ലാബ് ഉണ്ടല്ലോ. പക്ഷെ ഇത് അപ്ലിക്കബിൾ ആവുന്നത് 12 ലക്ഷത്തിന് മുകളിൽ സാലറി വാങ്ങുന്ന ആളുകൾക്കുള്ള ഒരു സ്ലാബാണിത്. അല്ലാതെ 12 ലക്ഷം വരെ സാലറി ഉള്ളവർക്ക് ടാക്സ് അടയ്ക്കണ്ട. കേരളത്തിൽ നിന്നും കുറെ ആളുകൾ, നമ്മുടെ മക്കളൊക്കെ കുറെ ആളുകൾ പുറത്തു പോയി പഠിക്കുന്നവരുണ്ടാവും. അവർ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർ TCS അടയ്ക്കേണ്ടതുണ്ടായിരുന്നു. നേരത്തെ 7 ലക്ഷം വരെ TCS അടയ്ക്കണ്ടായിരുന്നു, അതിന് മുകളിൽ TCS അടയ്ക്കണമായിരുന്നു. TCS എന്ന് പറയുമ്പോൾ ഒരു 5% TCS പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇനി മുതൽ ആ സ്ലാബ് ഇപ്പോൾ ഗവൺമെന്റ് ഉയർത്തിയിട്ടുണ്ട്. 10 ലക്ഷം വരെ TCS അടയ്ക്കേണ്ട എന്നുള്ളത്. അപ്പം അത് നല്ലൊരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് പറയാൻ കാരണം കേരളത്തിൽ നിന്ന് കുറെ കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്നവരുണ്ട്, അല്ലേ? അവർക്കപ്പം നാട്ടിൽ നിന്നാണ് മാതാപിതാക്കൾ
നാട്ടിൽ നിന്നാണ് മാതാപിതാക്കൾ കാശ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അവർക്ക് എന്തായാലും നല്ലൊരു കാര്യമാണ്. അയക്കുന്ന അമൗണ്ട് ബൾക്ക് അമൗണ്ട് ആയിരിക്കും. TCS 10 ലക്ഷം വരെ കൊടുക്കണ്ട എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് മാതാപിതാക്കൾ പുറത്തോട്ട് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കാശ് അയക്കുന്നത് ലോൺ എടുത്താണ് അയക്കുന്നതെങ്കിൽ അതിൽ TCS ഇല്ല എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യമാണ്. ബിക്കോസ് കൂടുതൽ ആളുകളും നാട്ടിൽ നിന്ന് പുറത്തുപോയി പഠിക്കുന്നത് മിഡിൽ ക്ലാസ്സിൽപ്പെട്ടവരൊക്കെ തന്നെ ലോൺ എടുത്താണ് അവരുടെ മക്കളെ പുറത്തോട്ട് അയച്ച് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ ആ ലോൺ എടുത്ത് അയക്കുന്ന അമൗണ്ടിന് TCS ഇല്ല എന്നുള്ളത് അത് നല്ലൊരു കാര്യമാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ. ഈ പ്രാവശ്യത്തെ ബജറ്റിൽ കൂടുതലും ബീഹാറിനാണ് ഒതുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് മൊത്തത്തിലുള്ള അഭിപ്രായം. അത് ഏകദേശം ശരിയാണെന്ന് തന്നെ ബജറ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അത്ര രീതിയിൽ പരിഗണിച്ചിട്ടില്ല. കേരളം, തമിഴ്നാട്, കർണാടക, സൗത്ത് സൈഡ് എസ്പെഷ്യലി നല്ല രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. മൊത്തത്തിൽ മിഡിൽ ക്ലാസ്സിന് നല്ലൊരു ബജറ്റാണ് എന്നുള്ളതാണ്. എന്നാൽ സ്റ്റേറ്റ് വൈസ് നോക്കുമ്പോൾ ബീഹാറിന് ഊന്നൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബീഹാറിൽ ഇപ്പോൾ ഉടനെ ഇലക്ഷൻ വരുന്നുണ്ട്, അത് ഒരു കാരണമാണ്. അപ്പം അവിടുത്തെ ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ ബീഹാറിന് കൂടുതൽ മുൻഗണന കൊടുത്താൽ സാധിക്കും എന്ന് ഗവൺമെന്റിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കൂടുതൽ മുൻഗണന കൊടുത്തിട്ടുള്ളത്. ഓവറോൾ മിഡിൽ ക്ലാസ് പീപ്പിളിന് എന്തായാലും നല്ലൊരു ബജറ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ബജറ്റിൽ തോന്നിയ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ കമന്റ് ചെയ്യുക. എന്തെങ്കിലും മോശമായ കാര്യം ഉണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഇത് ബാക്കിയുള്ളവർക്കും മനസ്സിലാവാൻ സാധിക്കും. ഞാനൊരു സാമ്പത്തിക വിദഗ്ധനോ ഒന്നുമല്ല. അപ്പം എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ്